സോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. സോ നമ്മൾ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സെഷൻ ആണ്. ആൻഡ് ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ ഫോർ ദ സെയിം. സോ ലെറ്റ് മീ ബിഗിൻ. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ വോളറ്റൈൽ ബുക്ക് എക്സെപ്റ്റ്സ്. ഓക്കെ, സോ ഇതിൽ എന്താണ് ഇമ്പോർട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലാസ്റ്റ് 1 മന്ത് പ്രിപ്പറേഷനിലേക്ക് എത്താൻ പോവാണ് അല്ലെ. ഒരു മെയ് 23rd ഒരു ജൂൺ 23rd വരുന്ന സമയത്ത് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആ ഒരു ലാസ്റ്റ് 1 മന്ത് ഫൈനൽ സ്പ്രിന്റിലേക്ക് കടക്കാൻ പോവാണ്. ഇതൊരു മാരത്തോൺ ആയിരുന്നു. നിങ്ങളൊരു പ്രോപ്പർ ഷെഡ്യൂൾ ഒക്കെ ഉണ്ടാക്കി നിങ്ങൾ കുറെ റിവിഷൻ ചെയ്തു, കുറെ ഗ്രാൻഡ് ടെസ്റ്റുകൾ ചെയ്തു, ക്വസ്റ്റ്യൻ ബാങ്കുകൾ ചെയ്തു. എങ്ങനെയാണ് MCQ സ്കിൽസ് പോളിഷ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊരു സെഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ GTSൽ അപ്ലൈ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്ന് നമ്മൾ പറയുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ലാസ്റ്റ് മന്ത് എങ്ങനെ നമുക്ക് കടന്നു പോകാം എന്നുള്ളതാണ്. സോ ഒരു വോളറ്റൈൽ ബുക്ക് അഥവാ ഒരു 20th നോട്ട് ബുക്ക് ഇതുവരെ ഉണ്ടാക്കാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു മേക്ക് വൺ. ബിക്കോസ് നമുക്ക് ഒരു പരിധിക്കപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് സാധിക്കില്ല. നമുക്കൊരു നീറ്റ് PG എക്സാമിൽ അത്രയും വാസ്റ്റ് ആയിട്ട് ടോപ്പിക്സ് ഉള്ളപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കുറച്ച് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം അല്ലെ. എന്നാൽ അതേസമയം മഗപ്പ് ചെയ്താൽ മാത്രം ഉത്തരം എഴുതാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നീറ്റ് PGയിൽ ഓൾമോസ്റ്റ് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു മെമ്മറി പവറിനെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഒരു ഡോക്ടർ ആകുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മെമ്മറി പവർ ഇസ് വർക്ക് ടു ബി ടെസ്റ്റഡ് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു എന്താ പറയാ ആ ഒരു വോളറ്റൈൽ ബുക്കിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. സോ ഈ ഒരു ഷെഡ്യൂൾ ഈ ഒരു ടോപ്പിക് എടുക്കാനായിട്ട് ഐ തിങ്ക് ദ ബെസ്റ്റ് തിങ് അല്ലെങ്കിൽ ദ ബെസ്റ്റ് വേ ഇസ് ടു ഷോ യു ഹൗ ഐ ഹാഡ് പ്രിപ്പയർഡ് എ വോളറ്റൈൽ ബുക്ക് ഡ്യൂറിങ് മൈ സ്റ്റഡി പീരിയഡ്. സോ അതിൽ നിന്നുള്ള കുറച്ച് എക്സെപ്റ്റ്സ് ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്, എൻറ്റയർലി പ്രിപ്പയർഡ് ബൈ മീ. അപ്പൊ ഇതിൽ ഒരുപാടുണ്ട്. വോളറ്റൈൽ ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ സബ്ജക്റ്റിൽ നിന്നും അതിൻ്റെതായ കാതലായിട്ടുള്ള കുറെ ഭാഗങ്ങൾ നമുക്കിത് ലാസ്റ്റ് മിനിറ്റ് ഓർത്തെടുക്കേണ്ടതാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ കമ്പൈൽ ചെയ്യുന്ന എഴുതിയ ഒരു ബുക്കാണ്. അപ്പൊ അത് ഒത്തിരി വാസ്റ്റ് ആവാനും പാടില്ല, ഒത്തിരി അങ്ങോട്ട് ചെറുതായി പോകാനും പാടില്ല. നമുക്ക് ലാസ്റ്റ് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബുക്കായിരിക്കണം. അപ്പൊ അതിൽ ഏതൊക്കെ പാർട്ടുകൾ ഒരു കുറച്ച് എക്സാമ്പിളുകളിലൂടെ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്താം, എങ്ങനെ വേണം നമ്മൾ അത് ഒരു വോളറ്റൈൽ ബുക്കിലേക്ക് ആക്കാനായിട്ട് എന്നൊക്കെയുള്ള കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇന്ന് ഈ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ എന്റെ വോളറ്റൈൽ ബുക്ക് എക്സാംസിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം ജേർണി ചെയ്യാൻ പോകുന്നത്. സോ ഐ തിങ്ക് ദിസ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. ഓൾറെഡി നിങ്ങൾ ഇപ്പം ഇതിൽ കാണിക്കുന്ന എക്സാംസ് എല്ലാം ഞാൻ എങ്ങനെയാണ് എനിക്ക് ഫീസിബിൾ ആയ രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ഓരോരുത്തർക്കും അവരുടേതായ രീതിയിലായിരിക്കും ഇത് പ്രിപ്പറേഷൻ വരിക. അവരുടെ രീതികളും പഠന രീതികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പല രീതിയിലായിരിക്കും അല്ലെ. അപ്പോ അതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടിയുള്ള ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു വോളറ്റൈൽ ബുക്ക് നിങ്ങൾ റെഡിയാക്കണം. അതിനെ നിങ്ങൾക്ക് 20th നോട്ട് ബുക്ക് എന്ന് വിളിക്കാം. അത് നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു എന്താ പറയാ ഇറ്റ് വിൽ ബി എ സ്ട്രോങ് ടൂൾ ഫോർ യു ടു ഓവർകം ഓൾ യുവർ പ്രോബ്ലംസ് അറ്റ് എൻഡ് ഓഫ് ദ സ്റ്റഡി സെഷൻ. ആ ഒരു റിവിഷൻ പീരീഡ് തീരുമ്പോൾ നിങ്ങൾക്ക് ആ എക്സാമിന് മുമ്പുള്ള സമയത്ത് നിങ്ങൾക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് ഒരു ടൂൾ ആയിട്ട് ഡെഫിനറ്റ്ലി മാറും. സോ ലെറ്റ് സ്റ്റാർട്ട് വിതൗട്ട് മച്ച് ado. സോ നമുക്ക് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുന്നത്. ആസ് ഐ എം എ ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് വെനറോളജിസ്റ്റ്, ഐ തിങ്ക് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് സംതിങ് ഫ്രം ഡെർമറ്റോളജി ഇറ്റ്സെൽഫ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒന്നാണ് ദ STD കിറ്റ്സ് അല്ലെ. നാക്കോ അപ്രൂവ് ചെയ്തിട്ടുള്ള STD കിറ്റ്സ് ആണ്. അപ്പൊ ഈ STD കിറ്റ്സ് പഠിക്കാനായിട്ട് നിങ്ങൾ ഓൾറെഡി ഒരു കോഡ് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഗ്രേറ്റ് ഗേൾസ് വോണ്ട് ബൈ റെഡ് യെല്ലോ ബാഗ്സ് എന്നൊരു കോഡ്. അതായത് ഗ്രേ, ഗ്രീൻ, വൈറ്റ്, ബ്ലൂ, റെഡ്, യെല്ലോ, ബ്ലാക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഓർഡർ വരുന്നത്. അപ്പൊ ഇതൊക്കെ ഓരോ ഓർഗാനിസംസിൽ അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സിനാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് നൽകുന്നത്. ഈ ഒരു STD കിറ്റ് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് യൂസ് ഉണ്ട്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കറിയാം പല രീതിയിലുള്ള ജെനൈറ്റൽ അൾസേഴ്സ് ഉണ്ട് അല്ലെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഷാങ്ക്രോയിഡ് എടുക്കാം. ഓക്കെ, ദാറ്റ്സ് എ ടൈപ്പ് ഓഫ് ജെനൈറ്റൽ അൾസർ. അത്യാവശ്യം ഇൻഡ്യൂറേറ്റഡ് ആയിട്ടുള്ള ഒരു അൾസർ ആണ്, യു നോ ദാറ്റ്. സോ ഷാങ്ക്രോയിഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്നു. ആ ക്വസ്റ്റ്യന്റെ അവസാനം എന്ന് പറയുന്നത് അതിന്റെ മാനേജ്മെന്റ് ആയിട്ട് നിങ്ങൾ എന്ത് കൊടുക്കും എന്നുള്ളതാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഷാങ്ക്രോയിഡിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് തന്നെ വിചാരിക്കാം. പക്ഷെ നിങ്ങൾക്കറിയാം അതൊരു ടൈപ്പ് ഓഫ് ജെനൈറ്റൽ അൾസർ ആണ്. എന്നാൽ അതൊരു ഹെർപ്പറ്റിക് ജെനൈറ്റൽ അൾസർ അല്ല എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ അതൊരു എന്താ പറയാ നോൺ ഹെപ്പറ്റിക് ജെനൈറ്റൽ അൾസർ ആണെങ്കിൽ അതൊരു ബ്ലൂ കിറ്റ് വരുന്ന ഒരു ഡിസീസ് ആണ് അല്ലെ. ബ്ലൂ കിറ്റ് കൊടുക്കേണ്ട ഒരു ഡിസീസ് ആണെന്ന് അറിയാം. അപ്പൊ നമുക്കറിയാം അതിന്റെ ട്രീറ്റ്മെന്റിൽ അസിത്രോയും ഡോക്സിയും പോലത്തെ മരുന്നുകളാണ് വരിക എന്നുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എന്റെ STD പഠിച്ചില്ലെങ്കിലും ഒരു STD കിറ്റിൽ നിന്നും ഇത്രയും ഈ ഒരു ചെറിയ ടേബിളിൽ നിന്നും നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ദ സെയിം തിങ് അപ്ലൈസ് ടു മെനി തിങ്സ്. ഓക്കെ, ഈ ലോവർ അബ്ഡോമിനൽ പെയിൻ PID നിങ്ങൾ ഗൈനക്കോളജിയിൽ പഠിക്കുന്ന കാര്യമാണ് അല്ലെ. ഈ കിറ്റ് പഠിച്ചാൽ നിങ്ങൾ PID പിന്നെയും പോയി അതിന്റെ മാനേജ്മെന്റ് ഒക്കെ ഒത്തിരി പഠിക്കേണ്ട കാര്യം വരില്ല. കാരണം നിങ്ങൾക്ക് ഒരു ഇത്തിരി അറിവുണ്ടെങ്കിലും നീറ്റ് PG ഇസ് എ ഓൺലി ഏരിയ വേർ എ ലിറ്റിൽ നോളജ് ഇസ് നോട്ട് എ ഡേഞ്ചറസ് തിങ്. നമ്മളൊരു പേഷ്യന്റിനെ എക്സാക്ട്ലി ശരിക്കും ട്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ലിറ്റിൽ നോളജ് നമുക്ക് വളരെ പ്രശ്നമാണ് അല്ലെ. കുറച്ചറിഞ്ഞുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു ഡോക്ടർക്ക് ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നീറ്റ് PGയിൽ
ലിറ്റിൽ നോളജ് ഇസ് ഇനഫ്. എന്തിനാ? നിങ്ങൾക്ക് വേണ്ടത് എന്താ? യു ഹാവ് ടു റൂൾ ഔട്ട്, റൈറ്റ്? സോ റൂളിംഗ് ഔട്ട് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. സോ റൂളിംഗ് ഔട്ട് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. റൂൾ ഔട്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ഓപ്ഷനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു സിമ്പിൾ STD കിറ്റിൽ നിന്നും നിങ്ങൾക്ക് അങ്ങനെ കുറെ ഉത്തരങ്ങൾ കിട്ടും. സോ ഇത് നിങ്ങൾ കാണാപ്പാഠം പഠിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. മിക്കവാറും നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇതൊക്കെ കാണാതെ അറിയാം. പക്ഷേ എക്സാമിന്റെ തലേന്ന് ഇത് നിങ്ങൾ ബ്രഷ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ STDയുടെ പല ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് ഇസ് ഹൗ യു ഹാവ് ടു പ്രിപ്പയർ എ വോളറ്റൈൽ ബുക്ക്. അതായത് ഇതിൽ നിന്നും ഒരു എക്സെപ്റ്റ് നിങ്ങൾ ഇത് വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പല ഏരിയകളും നിങ്ങൾക്ക് ഇതിൽ നിന്നും കവർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതൊരു എക്സാമ്പിൾ ആണ്, ഫസ്റ്റ് എക്സാമ്പിൾ ആണ്. സോ ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. സോ ഒരു കോഡ് ഉണ്ട്, ഇതിന്റെ ഒരു ന്യൂമോണിക്സ് ഉണ്ട് അത് ഓർക്കാനായിട്ട്, അതും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ എഴുതി വെക്കാം. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ടു റിമെമ്പർ ദിസ്. ലാസ്റ്റ് മിനിറ്റ് റീഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാലും നിങ്ങളുടെ തലയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് എക്സാമ്പിൾ. സോ ലെറ്റ് മി ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇതും STD സ്റ്റഫ് അല്ലെ. ഇതിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൾസേഴ്സ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഇസ് ദ LGV, okay, that is lymphogranuloma venereum. Then we have the herpes. Third one we have the syphilitic chancre. Fourth we have the donovanosis or the granuloma inguinate. Last one is the chancroid or soft chancre. സോ നിങ്ങൾക്ക് ഒരു ജെനൈറ്റൽ അൾസറിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ ടേബിൾ പോരെ നിങ്ങൾക്ക് അത് എന്താണെന്ന് റൂൾ ഔട്ട് ചെയ്യാനായിട്ട്. ഈ ടേബിളിനകത്ത് വളരെ കൺസൈസ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എഴുതിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി എ വെരി ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. ഈ ജെനൈറ്റൽ അൾസേഴ്സിന്റെ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് യൂഷ്വലി വരാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? വെരി ഈസിലി, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും, സിഫിലിസ് ഇസ് ഓൾവേസ് പെയിൻലെസ്. ഓക്കെ, സിഫിലിസ്, ലിസിന്റെ ലിസ് എന്നുള്ളത് നിങ്ങൾക്ക് ലെസ് എന്ന് ചിന്തിക്കാം. സിഫിലിസ് ഇസ് ഓൾവേസ് പെയിൻലെസ്. പെയിൻലെസ് അൾസർ ആണ്, പെയിൻ ഇല്ലാത്ത ലിംഫ് നോഡ് ആണ്, നല്ല ഉണ്ട പോലത്തെ അതായത് ഷോർട്ടി ആയിട്ടുള്ള ലിംഫ് നോട്ട്സ് വരുന്ന ഒരു സംഭവമാണ് സിഫിലിസ് എന്ന് പറയുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി യു ഗിവ് ബെൻസാഥൈൻ ബെൻസിലിൻ. ഇത്രയും നിങ്ങൾക്ക് അറിയായിരിക്കും. സോ ഇറ്റ് ഇസ് ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ഇഫ് ഇറ്റ് ഇസ് സിഫിലിസ് ഓർ നോട്ട്. ബാക്കിയുള്ള എല്ലാത്തിനും പെയിൻ ഉണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ ടേബിളിൽ നിന്നും നിങ്ങൾക്ക് വ്യക്തമാണ്. സോ പെയിൻലെസ് ആയിട്ടുള്ള ഒരു അൾസർ ആണ് ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് കണ്ണും കൂടി സിഫിലിസ് എഴുതാൻ പറ്റും, റൈറ്റ്? ആൻഡ് ഈവൻ ദ മാനേജ്മെന്റ് ആവട്ടെ, the type of organism, the incubation period, it is very very important. ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ഇൻക്യുബേഷൻ പീരിയഡ്. കാരണം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹെർപ്പിസ് ടേക്സ് ഓൺലി ലൈക്ക് 2 to 7 days. പക്ഷെ സിഫിലിറ്റിക് ഷാങ്കർ ഡെവലപ്പ് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് ഇറ്റ് വിൽ ടേക്ക് ലൈക്ക് 3 weeks. ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 3 weeks. 9 to 90 days ഒക്കെ പറയാറുണ്ട്. 3 weeks is an average time period for developing a syphilitic chancre. അപ്പോൾ ഇൻക്യുബേഷൻ പീരിയഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ എത്ര നാൾ മുൻപ് എന്ന് പറഞ്ഞാൽ മുന്നേ 2 ആഴ്ച മുന്നേ റിവൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇൻക്യുബേഷൻ പീരീഡ് പോലുള്ള കാര്യങ്ങൾ തലേന്നോ മറ്റോ അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് കുറച്ച് ദിവസങ്ങളിൽ അടുപ്പിച്ച് നിങ്ങളൊന്ന് ഓർത്ത് വായിക്കാതെ, ഇപ്പൊ ഞാൻ വോളറ്റൈൽ ബുക്ക് എന്ന് പറഞ്ഞ തലേന്ന് മാത്രം വായിക്കുന്ന ഒരു ബുക്കായിട്ട് ഞാൻ പറയുന്നില്ല. വോളറ്റൈൽ ബുക്ക് എല്ലാ ദിവസവും ലാസ്റ്റ് മന്ത് എസ്പെഷ്യലി എല്ലാ ദിവസവും ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഓടിച്ചെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്യാൻ പറ്റിയാൽ അത്രയും നിങ്ങളുടെ ഉള്ളിൽ അത് മെമ്മറി ആയിട്ട് റീറ്റെയിൻ ആക്കപ്പെടും. അപ്പൊ അങ്ങനെ വായിക്കാൻ പറ്റിയൊരു കാര്യമാണിത് അല്ലെ. ഇൻക്യുബേഷൻ പീരീഡ് ഇപ്പൊ 2 to 7 days ആണ് എങ്കിൽ അത് നിങ്ങളുടെ ഓർമ്മയിൽ കുറെ നാൾ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹെർപ്പിസ് 2 to 7 days ഇൻക്യുബേഷൻ പീരീഡ് ഒന്നാണ് എന്ന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഇസ് നോട്ട് എ ഡിഫിക്കൽട്ട് ടാസ്ക് അല്ലെ. അപ്പോൾ യു ഹാവ് ടു കൺസൈസ് ലൈക്ക് ഒരു റൂളിംഗ് ഔട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഈ ഒരു ടൈപ്പ് ഓഫ് ടേബിൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെക്കാനിസം ആണ് കമ്പാരിറ്റീവ് ലേണിംഗ്. ഇത് നിങ്ങളുടെ മെമ്മറി റീറ്റെയിൻ ചെയ്യാനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ നോട്ട്സിൽ നിങ്ങളിപ്പോൾ ഒരു ഇന്റഗ്രേറ്റഡ് നോട്ട് ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു മെത്തേഡ് ഒരു പുതിയ നോട്ടിൽ ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതർവൈസ് ഓൾസോ നിങ്ങൾ ഈ ഇത്രയും ലൈക്ക് ഐ തിങ്ക് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ തന്നെ കുറച്ച് കമ്പാരിറ്റീവ് ആയിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പൊ ആ കമ്പാരിസൺ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റൂളിംഗ് ഔട്ട് എളുപ്പമായിരിക്കും. ഈ രീതിയിൽ ലാസ്റ്റ് മിനിറ്റത്തേക്ക് നമുക്ക് കൺസൈസ് ആയിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കി നമ്മുടെ വോളറ്റൈൽ ബുക്കിൽ കീപ്പ് ചെയ്യുമെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് റിവിഷനും ഈസി ആയിരിക്കും. സോ പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കാൻ പോകേണ്ട കാര്യമില്ല. ഇത്രയും പഠിക്കുമ്പോൾ തന്നെ STDയുടെ ഒരു മേജർ ഏരിയ കവേർഡ് ആയി. പിന്നെ നമുക്ക് മിച്ചമുള്ള എന്താ നമ്മുടെ യൂറിത്രൽ ഡിസ്ചാർജിന്റെ ഒക്കെ ഭാഗം ഗോണോകോക്കെ നോൺ ഗോണോകോക്കെ അതും കൂടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കമ്പാരിറ്റീവ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാലും ഇറ്റ്സ് ഗോയിങ് ടു ബി സോ ഈസി, റൈറ്റ്? അപ്പൊ നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും എളുപ്പമാക്കി മാറ്റുക എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി ഏറ്റവും കൺസൈസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകും. സോ ദാറ്റ് ഇസ് എ സെക്കൻഡ് സ്ലൈഡ്. സോ ഐ തിങ്ക് ദാറ്റ് വാസ് അബൌട്ട് ദ STDs. ഇനി ദിസ് ഇസ് അനദർ തിങ്. ഇത് ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് ബയോകെമിസ്ട്രിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പരിചയമുള്ള ഒരു ചാർട്ടായിരിക്കും. അതായത് ഓരോ കണ്ടീഷൻസിനും ഏത് എൻസൈമാണ് ഡെഫിഷ്യന്റ് എന്നുള്ളത്. ഇത് നിങ്ങളുടെ ബയോകെമിസ്ട്രി ബുക്കിൽ പല ഇടങ്ങളിലായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുകയായിരിക്കും അല്ലെ. ഫീനൽ കീറ്റോണൂറിയ ഒരു സ്ഥലത്ത്, ടൈറോസിനേസ് ഒരു സ്ഥലത്ത് അല്ലെ. ഇനി പ്രോട്ടീന്റെ ഡെഫിഷ്യൻസീസ് ആണെങ്കിൽ അത് വേറൊരു സ്ഥലത്ത്, റൈറ്റ്? സോ പല ഏരിയകളിലായിട്ട് ഇങ്ങനെ കിടക്കുന്ന കുറെ കാര്യങ്ങളാണ്. ഈവൻ ഗ്ലൂക്കോസിന്റെ സംഭവങ്ങളുണ്ട്, പ്രോട്ടീന്റെ സംഭവങ്ങൾ, ഫാറ്റിന്റെ സംഭവങ്ങൾ, അങ്ങനെ പല ചാപ്റ്ററുകളിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്ന എൻസൈമുകളും അതിനോട് അസോസിയേറ്റ് ആയിട്ടുള്ള ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സും ഞാൻ ഒറ്റ സ്ഥലത്ത് കൊണ്ടുവന്നതാണ് നിങ്ങൾ കണ്ടത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ എക്സാമിന് നിങ്ങൾക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ബയോകെമിസ്ട്രിയിലൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. ഡയറക്റ്റ് ആയിട്ട് മിക്കവാറും ക്വസ്റ്റ്യൻ വരാം.
ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിന് മിക്കവാറും ഈ രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ എന്താണ് ഡെഫിഷ്യന്റ് വരുന്നത്? ഇതിൽ ഞാൻ സ്റ്റാർ ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതിൽ തന്നെ മേപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ്, ഓക്കെ, അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം മേപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ് തന്നെ രണ്ട് ലൈക് വി ഹാവ് ഡിഫറെന്റ് ടൈപ്സ്, റൈറ്റ്? ടൈപ്പ് 1, ടൈപ്പ് 2 അങ്ങനെ. അപ്പൊ ഓരോന്നിനും ഓരോ എൻസൈം ഒക്കെയാണ് ഡെഫിഷ്യന്റ് വരിക. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ പ്രൈമറി ഹൈപ്പർ ഓക്സിഡൂറിയ, അതിൽ വരുന്ന എൻസൈം, ഇറ്റ് വാസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. സോ ഇത്തരം കാര്യങ്ങൾ ദേ വിൽ ആസ്ക് ഡയറക്ട്ലി ഓൾസോ. സോ ആ ഒരു സംഭവം നമ്മൾ അങ്ങനെ എന്താ പറയാ, ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു പെർട്ടിക്കുലർ പേജിലേക്ക് നമുക്ക് ഇതിനെ കൺസൈസ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയാണ് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് മിനിറ്റ് റിവൈസ് ചെയ്യാൻ പറ്റില്ലേ? ഓടിച്ച് ഏതൊക്കെയായിരുന്നു എൻസൈം എന്ന് നോക്കാൻ പറ്റില്ലേ? നിങ്ങൾ ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ട് ഒരു ഗുണം കൂടി ഉണ്ട്. നിങ്ങൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. നിങ്ങൾ റിവിഷന്റെ സമയത്ത് 1, 2, 3 തവണയോ പോയ കാര്യങ്ങളാണ്. ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ ഇത് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഓട്ടോമാറ്റിക്കലി, നിങ്ങളുടെ ബ്രെയിനിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ the other things you have learned, അതും ഇങ്ങനെ പയ്യെ വർക്ക് ആവും. brain will try to think that also. So that is another method of memory boosting. So that will also help you. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു രീതിയിൽ ഒരു ക്വിസിന് ഉത്തരം പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാവുന്ന രീതിയിൽ ഇങ്ങനത്തെ വൺ വേർഡ് ആയിട്ടുള്ള ആൻസേഴ്സും നിങ്ങൾക്ക് എഴുതിയിടാൻ സാധിക്കും. അതും പല ചാപ്റ്ററുകളിൽ നിന്നെടുത്ത് ഒരു ഒറ്റ പേജിലേക്ക് നിങ്ങൾക്ക് അത് കൺസൈസ് ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ കുറെ ചാപ്റ്ററുകളുടെ ഒരു റിവിഷൻ ആണ് ഒറ്റയടിക്ക് കഴിയുന്നത്. സോ ദാറ്റ് ഇസ് ഓൾസോ അനദർ മെത്തേഡ് ഇൻ വിച്ച് യു ക്യാൻ പ്രിപ്പയർ എ വോളറ്റൈൽ നോട്ട്. ഓക്കെ, നൗ let me talk about the next thing. Okay, biologicals. See, biologicals are to be honest കുറച്ച് ടഫ് ആണ് അല്ലെ. നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം പല ടൈപ്പ് ഓഫ് ബയോളജിക്കൽസ് ഉണ്ട്. നമ്മൾ പല ഇടങ്ങളിൽ പഠിക്കുന്നുണ്ട്. മെഡിസിനിലുണ്ട്, പീഡിയാട്രിക്സിലുണ്ട്, റൊമറ്റോളജിയിലൊക്കെ കുറെ, റൊമറ്റിലാണ് ഏറ്റവും കൂടുതൽ ബയോളജിക്കൽസ് ഉപയോഗിക്കുന്നത്. ഈവൻ ഡെർമറ്റോളജിയിൽ കുറെ ബയോളജിക്കൽസ് ഉണ്ട്. സോ ഒരുപാട് ബയോളജിക്കൽസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ എങ്ങനെ അവസാന നിമിഷം ഓർക്കും? കാരണം ഇതെല്ലാം പല ചാപ്റ്ററിലാണ്. ഇപ്പൊ സർജറിയിൽ നമ്മൾ അവിടെ കുറെ പഠിക്കുന്നു, കുറെ കീമോതെറാപ്പിക്കുള്ള കുറെ ബയോളജിക്കൽസ് പഠിക്കുന്നു. സോ പലയിടങ്ങളിലുള്ള ബയോളജിക്കൽസിനെ ഈ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് ഒറ്റയടിക്ക് നിങ്ങൾ ബുക്ക് ഇരുന്ന് മറിച്ച് ഓരോന്നിന്റെ പേജിലും ബയോളജിക്കൽ ഇത് എന്ന് പറഞ്ഞ് എഴുതി വെക്കാനല്ല. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കമ്മക്രോസ് ചെയ്യുന്ന ബയോളജിക്കൽസിനെ ഒരു പേജിൽ ഒരു ബയോളജിക്കൽ ഹെഡിങ് ഉണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്ത് പോകും. അങ്ങനെ ഞാൻ ആഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ ഒരു പേജ് എന്ന് പറയുന്നത്. സോ എൻ്റെ നീറ്റ് പി ജിയിൽ the entire ചാപ്റ്റേഴ്സിൽ കവർ ചെയ്യുന്ന ദാറ്റ് entire ബയോളജിക്കൽസിനെ ഞാൻ ഈ ഒരു പേജിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് യു അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ്. ഇല്ല, ഇറ്റ്സ് ജസ്റ്റ് പ്യുവർ കോമൺ സെൻസ്. സോ ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ ദാറ്റ് ഇസ് അനദർ എക്സാമ്പിൾ ഫോർ ദ സെയിം. നൗ അനദർ എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക്. ഇതിപ്പം ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളിലെ ഡെവലപ്മെന്റ് മൈൽ സ്റ്റോൺസിന്റെ ഒരു entire സമ്മറിയാണ്. ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ഡെഫിനറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, എപ്പോഴും നീറ്റ് പി ജിയിൽ വരുന്നതാണ്. സോ അതിനായിട്ട് എന്റേതായ കുറച്ച് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. പിക്ചോറിയൽ റെപ്രസെന്റേഷൻസ് നമുക്ക് എത്ര റിഡിക്കുലസ് ആയിട്ട് തോന്നിയാലും ദേ വിൽ ആക്ച്വലി ഹെൽപ്പ് യു റിറ്റൈൻ യുവർ മെമ്മറി, റൈറ്റ്? സോ ഇപ്പൊ ഇതിലൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ദ മോട്ടോ സ്കിൽസ്. ഓക്കെ, ഗ്രോസ് മോട്ടോ സ്കിൽസ് ആണ്. അപ്പൊ അതിൽ ഞാനൊരു സിറ്റിംഗ് വിത്ത് സപ്പോർട്ട് ഒരു 5 months, ഓക്കെ, ഞാൻ അതിൽ പടം വരച്ച് വെച്ചിട്ടുണ്ട്. സിറ്റിംഗ് വിത്ത് സപ്പോർട്ട്. ഇറ്റ് മേ സീം റിഡിക്കുലസ് ടു യു ഗൈസ്. ദെൻ ട്രൈപോഡ് പൊസിഷൻ കാണിച്ചിട്ടുണ്ട് അല്ലെ. ട്രൈപോഡിൽ എങ്ങനെയാ 6 ഞാൻ വരച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ? ലൈക്ക് ദ ബേബി ഈസ് ട്രൈങ് ടു ഹോൾഡ് ഹിസ് ഹാൻഡ്സ് ഇൻ ഫ്രണ്ട് ആൻഡ് സിറ്റ്. അതാണ് ട്രൈപോഡ് പൊസിഷൻ. Then what? Without support. Okay, without support ആണ് 8 months and the baby is sitting like an 8 അല്ലേ, നേരെ ഇരിക്കുകയാണ് 8. Then crawling again 8 months ആണ്, പക്ഷെ അത് കിടക്കുന്ന 8 ആണ്, right? Then we have creeping. Then we have creeping upstairs. So upstairs creeping 1, 5. 1 is the baby, 5 is like the stair. അങ്ങനെയൊക്കെയാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത്. This may seem ridiculous to you, but trust me, examsന് every GTs or every NEET PG, I think 1 or 2 questions have come from this. എവിടെ നിന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലും ഏത് ഉറക്കത്തിൽ നിന്ന് ചോദിച്ചാലും എനിക്ക് ഇതിന്റെ ഉത്തരം പറയാനായിട്ട് സാധിക്കുമായിരുന്നു. അതിന്റെ റീസൺ എന്റെ മൈൻഡിലുണ്ട്. ക്രോളിംഗ് എന്ന് പറയുമ്പോൾ എന്റെ മൈൻഡിൽ ഈ ഒരു പിക്ചോറിയൽ കോൺസെപ്റ്റ് ഉണ്ട്. ആൻഡ് ഈ കോൺസെപ്റ്റ് ഞാൻ പഠിച്ചപ്പോഴും ഉപയോഗിച്ചു, ആ സെയിം കോൺസെപ്റ്റ് ഞാൻ ഈ വോളറ്റൈൽ ബുക്കിൽ ഉപയോഗിച്ചു. സോ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ഇറ്റ് ആക്ച്വലി ഹെൽപ്. Okay, so this may seem ridiculous. It doesn't matter. Whatever works for you will work for you. So trust on that and you can do it. അപ്പൊ ഇതിലൊരു entire ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ ഉണ്ട്. ഇതിൽ നിന്നും ഡെഫിനറ്റ്ലി ഞാൻ ആ സ്റ്റാർ ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ബൈഡെക്സ്ട്രസ് അപ്രോച്ച് പ്രീവിയസ് ഇയർ ആണ്. ദെൻ വാക്കിംഗ് വിത്ത് സപ്പോർട്ട് പ്രീവിയസ് ഇയർ ആണ്. ഓക്കെ, ദെൻ വാട്ട്? ഹെഡ് ലാഗ് ഇല്ലാതെ അത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. സിറ്റിംഗ് വിത്ത് സപ്പോർട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഈവൻ നമ്മുടെ കോപ്പിംഗ് സ്കിൽസ് ഒക്കെ, കോപ്പിംഗ് എ സ്ക്വയർ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ട്രയാങ്കിൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. So turning 1 page at a time, previous year question ആണ്. Eating with spoon without spilling, previous year question ആണ്. See, look at the stars there. How much? See, ഇപ്പൊ നിങ്ങൾ ഈ വോളറ്റൈൽ ബുക്ക് ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് കൂടെ നോക്കുകയാണെങ്കിൽ അതിൽ നിന്നും ചോദിച്ച ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ഇതിൽ മാർക്ക് ചെയ്തിടാനും സാധിക്കും. സോ ഡെഫിനറ്റ്ലി ഇതിലും എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് റിവൈസ് ചെയ്യാൻ പറ്റുമോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഇത്രയും ചോദിച്ച ഒരു ടോപ്പിക് ആണത്. അപ്പൊ ആ ടോപ്പിക് പ്രയോറിറ്റൈസ് ചെയ്ത് ഞാനത് വോളറ്റൈൽ ബുക്കിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചത് കൊണ്ട്
ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ഒത്തിരി തിങ്കിങ്ങിന്റെ ആവശ്യം വരുന്ന ഒരു ഏരിയ അല്ല ഇത്, അല്ലെ? നമുക്ക് ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് തിങ്ക് ചെയ്ത് അതിന് ഉത്തരം കിട്ടും. വെറുതെ ഇരുന്ന് ക്രോളിംഗ് 8 months എന്ന് പറയാൻ നമുക്ക് ജസ്റ്റ് ടേക്ക് ലൈക്ക് 2-3 seconds മേ ബി. അത്രയും ടൈം അത് നിങ്ങൾക്ക് ഒരു മൗസിൽ അത് നെക്കി ആൻസർ ചെയ്യാനായിട്ട്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ഇഫ് യു ക്യാൻ റിവൈസ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ഇതാണ് മറ്റൊരു എക്സാമ്പിൾ. So let me go to the next example. ഇത് different syndromes ആണ്. Actually syndromes I had incorporated into like about 1-3 pages because അത്രയും syndromes ഉണ്ട്. നമ്മൾ ബയോകെമിസ്ട്രിയിൽ പഠിക്കും കുറച്ച് സിൻഡ്രോംസ് നമ്മൾ പീഡിയാട്രിക്സിൽ പഠിക്കുന്നുണ്ട്. സം ഓഫ് ദം നമ്മൾ മെഡിസിനിൽ പഠിക്കുന്നുണ്ട്. പല ഏരിയകളിൽ നിന്നും എസ്പെഷ്യലി യൂഷ്വലി നമുക്ക് വരുന്ന ഈ ജനറ്റിക് സിൻഡ്രോംസ് കുറേ വരും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിൻഡ്രോംസ് എല്ലാം നമുക്ക് ഒരു ഏരിയയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതിന്റെ മാനിഫെസ്റ്റേഷൻസ് ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് വന്നു കഴിഞ്ഞാൽ ആ ടോപ്പിക്കും ഇത് തമ്മിലുള്ള വ്യത്യാസം, അതായത് നമുക്ക് ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്. ഇപ്പൊ പീനൽ കീറ്റോണൂറിയ നമ്മൾ ഒരു ഏരിയ പഠിക്കുന്നു, ടൈറോസിനീമിയ നമ്മൾ വേറൊരു സ്ഥലത്ത് പഠിക്കുന്നു. ഇത് തമ്മിലുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എപ്പോഴും കൺഫ്യൂഷൻ ആയാൽ നമുക്ക് ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻ ഉത്തരം തരും. ഇതെല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാനായിട്ട് എളുപ്പമുണ്ട്. സോ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് മറിച്ച് നോക്കാനാണ്. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് ജസ്റ്റ് കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ മൈൻഡിൽ വന്നു ഈ ഫീനൽ കീറ്റോണൂറിയ, ടൈറോസിനീമിയ ഇതിൽ ഏതിലാണ് ഈ പറയുന്ന ഒരു മൈക്രോകെഫാലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ റിട്ടാർഡേഷൻസ് ഒക്കെ ഉള്ളത് ഏതിലാണ് എന്ന് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു പെരിഫറൽ ന്യൂറോപ്പതി വരുന്നത് ഏതിലാണ്, ഇങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ എൻ്റെ നിങ്ങളുടെ ബയോകെമിസ്ട്രി നോട്ട് എടുത്തിട്ട് മറിച്ച് നോക്കണ്ട. ഫുള്ളെടുത്ത് നിങ്ങൾ ഫീനൽ കീറ്റോണൂറിയ വായിച്ച ടൈറോസിനീമിയ വേണ്ട. നിങ്ങൾ ഇത് ഷോർട്ട് ആയിട്ട് ഒരു സിൻഡ്രോംസ് എല്ലാം കൂടെ ഒരു ഏരിയയിൽ ഉണ്ടെങ്കിൽ ഫീനൽ കീറ്റോണൂറിയും ടൈറോസിനീമിയും നിങ്ങൾക്ക് ഒറ്റയടിക്ക് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. നമുക്ക് എല്ലാം ഓർത്ത് വെച്ചിട്ട് പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല. ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ഇത് എങ്ങനെയെങ്കിലും ഒക്കെ തലയ്ക്കകത്ത് കയറ്റണം. അതാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻസ്, ആ ഒരു മെയിൻ സംഭവം, അല്ലെ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നും കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സ്റ്റാർ കിട്ടുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ ഒരു 3 പേജ് ഉണ്ടായിരുന്നു ഐ ഗസ് റിഗാർഡിംഗ് സിൻഡ്രോംസ് ആൻഡ് ഇറ്റ് ഇസ് ടഫ് ലേണിംഗ് സിൻഡ്രോംസ്. സിൻഡ്രോംസ് ഓൾവേസ് കൺഫ്യൂഷൻ ആവും. അപ്പൊ നമുക്ക് കാണാതെ പഠിച്ച് ഒരിടത്ത് പഠിച്ച് നമ്മൾ അടുത്ത സിൻഡ്രോം എത്തുമ്പോൾ നമ്മൾ പഴയ സിൻഡ്രോം മാറും. അപ്പൊ നമുക്ക് കമ്പാരിറ്റീവ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അതിന് ഇതെല്ലാം കൂടെ ഒരു ഏരിയയിലേക്ക് പല ചാപ്റ്റർ ആയിക്കോട്ടെ, പല സബ്ജക്ട് ആയിക്കോട്ടെ, സിൻഡ്രോമുകളെല്ലാം ഒരിടത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. സോ ദാറ്റ് ഇസ് അനദർ തിങ് ഐ ഹാഡ് ടു സേ. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വോളറ്റിൽ ബുക്കിൽ വേണ്ട സാധനമാണ് ഗ്രാഫ്സ്. ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് എന്തായാലും അറിയാവുന്ന ഗ്രാഫുകളായിരിക്കും, അല്ലെ? കോമ്പറ്റീവ്, നോൺ കോമ്പറ്റീവ്, അൺകോമ്പറ്റീവ്, റെസിപ്രോക്കൽ ഗ്രാഫ്. ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ? ടു ബി ഹോണസ്റ്റ്, ഇപ്പൊ ഞാനിതിപ്പോ കവർ ചെയ്തിട്ട് ഇപ്പൊ ഒരു 2-3 years 2022 എന്റെ നീറ്റ് പേജ്. നൗ ഇറ്റ് ഇസ് 2024 മെയ്. സോ ഐ തിങ്ക് ഇറ്റ്സ് എക്സാക്ട്ലി 2 years. മെയിലായിരുന്നു എന്റെ ലൈക് നീറ്റ് പി ജി എക്സാം വന്നത്. സോ ഓൾമോസ്റ്റ് 2 years. സോ 2 years ബിഫോർ ആണ് ഈ ബയോകെമിസ്ട്രിയിലെ ഗ്രാഫ് ഒക്കെ പഠിച്ചത്. ഇപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഓർമ്മകളൊന്നും ഇല്ല, എങ്കിൽ പോലും പറയാവുന്ന ഒരു കാര്യം, ഇപ്പൊ കോമ്പറ്റീവ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കറിയാം മത്സരവട്ടമാണ്, അല്ലെ? നോൺ കോമ്പറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എത്ര ഓടിയാലും ഒരേ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. സോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുവാണെങ്കിൽ എക്സാം സമയത്ത് നമ്മൾ ആ ഗ്രാഫ് കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഈ മലയാള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ച കൊച്ചു കാര്യങ്ങളായിരിക്കും ഓർമ്മ വരും. അത് വെച്ച് തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. സോ ഇങ്ങനത്തെ ഫോർമുലാസും ഗ്രാഫ്സും ഒക്കെ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. സോ വോളറ്റൈൽ ബുക്കിൽ ഡെഫിനറ്റ്ലി എല്ലാ ഗ്രാഫുകളും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് ഇ സി ജി. എനിക്കത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇ സി ജിസ് നമുക്ക് പല ടൈപ്പ് ഇ സി ജിസ് ഉണ്ട്, അല്ലെ? ഒത്തിരി ഇ സി ജിസ് നിങ്ങൾ ഒരുപാട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം അതിന്റെ ടൈപ്സ് ചെറുതായിട്ട് വരച്ച് നിങ്ങൾ ഒരു ബുക്കിലേക്ക് ആക്കാൻ സാധിക്കുകയാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് ഇ സി ജിസ് ഒക്കെ ഈസി ആയിട്ട് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഐ ഹാഡ് ഇറ്റ് ഇൻ ദ ബുക്ക്, ഐ കുഡ് നോട്ട് ആഡ് ഇറ്റ് ഇൻ ദ പിക്ചേഴ്സ്. സോ ഡെഫിനറ്റ്ലി ഇ സി ജി പോലത്തെ കാര്യങ്ങളും ഈ ഗ്രാഫ് പോലെ തന്നെ ഒന്നാണല്ലോ ഇ സി ജി. ഇ സി ജി ഓൾസോ ഗ്രാഫ്. സോ ഡെഫിനറ്റ്ലി ഇ സി ജി ഒക്കെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇത് ഞാൻ നിങ്ങളോട് കുറച്ച് ലൈക്ക് ഐ തിങ്ക് മെമ്മറി ബൂസ്റ്റിംഗ് ടൈമിൽ പറഞ്ഞൊരു കാര്യമാണ് ബയോകെമിസ്ട്രിയുടെ ഒരു കാര്യം. അതായത് ബയോകെമിസ്ട്രിയിൽ പല ഏരിയകളിൽ പല പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് ഒരു സൈഡിൽ ഗ്ലൈക്കോലൈസിസ്, മറ്റേ സൈഡിൽ ഗ്ലൂക്കോനിയോജൻസിസ്. ഗ്ലൈക്കോലൈസിസ് നടക്കുന്ന സൈറ്റോപ്ലാസം ആണെങ്കിൽ ഗ്ലൂക്കോനിയോജൻസിസ് നടക്കുന്ന മൈറ്റോകോൺഡ്രിയയിലാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗമാണ്. ഈ ഗ്ലൂക്കോസിന്റെ ഇത് കൂടാതെ നമുക്ക് ഡെഫിനറ്റ്ലി പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ സൈക്കിൾസ് എല്ലാം ആക്ച്വലി ഇന്റർ കണക്റ്റഡ് സൈക്കിൾസ് ആണ്. സോ ഇതിപ്പം ഇത് ആക്ച്വലി ഒരു ബുക്ക് പേജ്, ആക്ച്വലി ഇത് മടങ്ങിയിരിക്കുന്ന ഒരു പേപ്പറാണ്. ഇതിൽ ഒരു സൈഡ് മാത്രമേ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളൂ. ഇതിൽ തന്നെ ഞാനൊരു ഇന്റർ കണക്ഷൻ കാണിച്ചിരിക്കുന്നത് ഗ്ലൈക്കോലൈസിസിലെ പൈറുവേറ്റ് എങ്ങനെയാണ് ഗ്ലൂക്കോനിയോജനസിസിൽ എത്തുന്നത് എന്നുള്ള ഒരു കണക്ഷൻ മാത്രമേ ഇതിനകത്ത് ഉള്ളൂ ബേസിക്കലി. അതുപോലെ തന്നെ ഫ്രക്ടോസ് മെറ്റബോളിസം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റ് എങ്ങനെ ഗ്ലൈക്കോലൈസിസിൽ കയറുന്നു. അപ്പം ഈ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഓരോ സൈക്കിളും നമ്മൾ ബയോകെമിസ്ട്രി പഠിക്കുന്ന എല്ലാ സൈക്കിളും നമുക്ക് ഒരു വലിയ ചാർട്ട് പേപ്പർ എടുക്കാനേ ഞാൻ പറയുള്ളൂ. അന്ന് എനിക്ക് അത്രയും ഒരു എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്ത് ചെയ്യാനുള്ള ടൈം ഒന്നും ഉണ്ടായില്ല. പിന്നെ എന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ ചെറുതായതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റീഡ് മേ ബി ഫോർ യു. പക്ഷേ എനിക്കിത് വളരെ എളുപ്പമായിരുന്നു. സോ ടേക്ക് എ ബിഗ് ചാർട്ട് ഓർ സംതിങ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു ഷീറ്റ് എടുക്കാം. ഈ എൻ്റെ സൈക്കിൾസിനെ ഇന്റർലിങ്ക് ചെയ്ത് ഒരു പടം വരയ്ക്കാം. പേസ്റ്റ് ഇറ്റ് ഇൻ യുവർ സ്റ്റഡി റൂം ഓർ സംതിങ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് അതിൽ നോക്കാൻ പറ്റുവാണെങ്കിൽ നീറ്റ് പേജിൽ ഒരിക്കലും ദേ ആർ നോട്ട് ഗോയിങ് ടു ആസ്ക് വാട്ട് കംസ് ആഫ്റ്റർ ദിസ് ആഫ്റ്റർ ദിസ് എന്നൊരു ക്വസ്റ്റൻ അല്ല. അവർ ചോദിക്കാൻ പോകുന്ന കുറച്ചും കൂടെ റിലേറ്റഡ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും.
ഓക്കെ, സോ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഇറിവേഴ്സിബിൾ സ്റ്റെപ്പ് ഓഫ് ഗ്ലൈക്കോലൈസിസ് അങ്ങനെയായിരിക്കും ചോദിക്കാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ ഇന്ന സ്റ്റെപ്പ് ഏത് കമ്പാർട്ട്മെന്റിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്രബ് സൈക്കിൾ ഇത് വരുന്നത്, ഇതിൽ ഏതാണ് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള മെക്കാനിസം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ അതറിയാൻ നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് മതി, അല്ലാതെ ഇത് സൈക്കിൾ മൊത്തം കാണാൻ പഠിക്കണം. അപ്പൊ ഇത് ഇങ്ങനെയാണൊക്കെ പോകുന്നത് എന്നുള്ളൊരു ധാരണ ഉണ്ടായാൽ മതി. അത് എല്ലാ ദിവസവും നിങ്ങൾ ഈ സൈക്കിൾ ഒന്ന് നോക്കി നിങ്ങൾക്ക് ആ ധാരണ കിട്ടും. ട്രസ്റ്റ് മീ, എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു തവണ ഈ സൈക്കിൾ ഒന്ന് നോക്കാൻ പറ്റുമെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ സൈക്കിൾ ലൈക്ക് വിൽ ബി തറോ ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഈസി. ബിക്കോസ് നീറ്റ് പി ജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ഏരിയ ആണ് ഈ പറയുന്ന ഗ്രാഫും കാര്യങ്ങളും ഒക്കെ, ഇങ്ങനത്തെ ഫ്ലോ ചാർട്ടിൽ വരുന്ന ക്വസ്റ്റൻസ്. അപ്പൊ അത് ഡെഫിനറ്റ്ലി മിസ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. സോ ബയോകെമിസ്ട്രി നിങ്ങൾക്ക് ഒന്നും വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ നേരത്തെ കാണിച്ച എൻസൈംസും അതിന്റെ ഡെഫിഷ്യൻസീസും ആ ഭാഗം, പിന്നെ ഈ ഭാഗം, ഇത് രണ്ടും എന്തായാലും വായിക്കാതെ നിങ്ങൾ നീറ്റ് പി ജി എക്സാമിന് പോകാൻ പാടില്ല. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇത് യൂഷ്വലി ഐ തിങ്ക് സർജറിയിൽ കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് കാനുല കളർ. ഈ കാനുല കളർ ഭയങ്കര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്ത് പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഞാൻ നീറ്റ് പി ജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ നോക്കിയപ്പോൾ ഞാൻ കണ്ടത് 3 ക്വസ്റ്റ്യൻസ് ഈ ഒരൊറ്റ ടേബിളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഗ്രീൻ വന്നു, പിങ്ക് വന്നു, ഗ്രേ വന്നു. ഓക്കെ, ആൻഡ് ദർ ക്വസ്റ്റ്യൻസ് ലൈക്ക് ഏത് ഗോജ് ആണ്, അല്ലെങ്കിൽ ഏത് കളറാണ്, ഓക്കെ, എത്ര ml പെർ മിനിറ്റ്, അല്ലെങ്കിൽ മാക്സിമം ഏതിലാണ് പോകുന്നത്, അങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇത് ഓർത്തിരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനൊരു ടേബിൾ വരച്ചു ഈ ഒരു കാര്യം സോറി ഫോർ ട്രബിൾ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി നമുക്ക് വയലറ്റ് ആണ്. സോ വയലറ്റ് യു ക്യാൻ ഇമാജിൻ ഇറ്റ് ആസ് എ ഫാർ അവേ ഗാലക്സി. ഓക്കെ, ദ മിൽക്കി വേ ഗാലക്സി വിൽ ലുക്ക് വയലറ്റ്, റൈറ്റ്? അത് കഴിഞ്ഞ പിന്നെ സൂര്യനാണ്, ദ സൺ ഇസ് യെല്ലോ, സോ ദാറ്റ്സ് ദ നെക്സ്റ്റ് വൺ. Then we have the sky which is blue. Then we have a pink flower, so it's pink. Then we have a stem, it is green, right? For green. Then soil, I am thinking about a white soil and I have to think it like that because engile mnemonic correct ആവുള്ളൂ. So it's a white soil. Then we have ഗ്രേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കുറച്ചും കൂടെ താഴെയുള്ള അണ്ടർ കോർ ആയിട്ടുള്ള സോയിൽ ആണ് ഗ്രേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഓർഡർ പിടികിട്ടും അല്ലെ? അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഏതിനാണ് ഏറ്റവും കുറവ്, ഏതിനാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ആകെ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു ഗോളിന്റെ ആ ഒരു സൈസും കാര്യമായിട്ട് എളുപ്പമില്ലേ, 26, 24, 22, 20, 18. പിന്നെ വരുന്ന ഒരു വൈറ്റ് മാത്രം ഇറ്റ് ഇസ് സ്പെഷ്യൽ, ഇറ്റ് ഇസ് 17. പിന്നെ വരുന്ന ഗ്രേ 16. ഓക്കെ, അതിൽ ഈ വൈറ്റും വയലറ്റും ആക്ച്വലി കുറച്ചുകൂടെ ന്യൂ ആണ്, നമുക്ക് ഇപ്പോഴും പല ഇടങ്ങളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സ്റ്റിൽ ദാറ്റ് ഇസ് സംതിങ് യു നോ, റൈറ്റ്? അപ്പൊ ഈ ഒരു കാനല കളറിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് വന്നു. സോ നീറ്റ് പി ജിയിൽ എല്ലാ നീറ്റ് പി ജിയിലും വരും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇറ്റ് ക്യാൻ കം. ഓക്കെ, സോ അതൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അപ്പൊ അത് ഇതുപോലെ തന്നെ നമുക്ക് എഴുതി തലേ ദിവസമൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകാം. ഡാരോ യൂണിറ്റ് ഡയഗ്രാംസ്. ഈ ഡാരോ യൂണിറ്റ് ഡയഗ്രാംസ് ഫിസിയോളജിയിൽ ഈ ഐസോമെട്രിക് വോളിയം വരുന്നു, അല്ലെങ്കിൽ ഹൈപ്പർ ഓസ്മോട്ടിക് കൺട്രാക്ഷൻ വരുന്നു, ICF ഇങ്ങനെ, പ്ലാസ്മ പ്രോട്ടീൻ എങ്ങനെ, ഹെമറ്റോക്രിറ്റ് ഇങ്ങനെ, ഓസ്മോലാറ്റ് ഇങ്ങനെ, എന്നിങ്ങനെ ഒരു ഡയഗ്രാം വരച്ചിട്ട് കാണിക്കും. ഇതുപോലെ ICF താഴെ കണ്ടോ, ഒരു ICF ECF കമ്പാർട്ട്മെന്റ് ഒക്കെ വരച്ചിട്ടുള്ള സംഭവം. ഇത് നമുക്ക് ഭയങ്കര ഒരു പ്രഷർ കൊടുത്ത് നമ്മളെ ഭയങ്കര എംഫസൈസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു സംഭവം ആയിരിക്കില്ല. പക്ഷെ ഒരുപാട് നീറ്റ് പി ജി ഈവൻ ഇനിസെറ്റിലും ഐ തിങ്ക് ഐ ഹാവ് സീൻ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ ഇതും ഒന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇത് ഇവിടെ ഇട്ടുന്നേ ഉള്ളൂ. ബിക്കോസ് പലതും ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ മിസ്സാക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിന്റെ ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ടേബിൾ പഠിക്കാൻ വലിയ ടൈം എടുക്കില്ല, ഇറ്റ് ടേക്ക് ലൈക്ക് ഹാർഡ്ലി 5 to 10 minutes. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇത് റിവൈസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ക്വസ്റ്റ്യൻ ഉത്തരവൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു ഓർമ്മിപ്പിക്കൽ എന്ന ഭാഗമായിട്ട് എഴുതിയെന്നേ ഉള്ളൂ ഈ ഒരു കാര്യം. ഇനി ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സി, നിങ്ങൾ ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ഉത്തരം എഴുതും? നിങ്ങൾ പലയിടങ്ങളിൽ ഇത് പഠിക്കുമ്പോൾ, അതായത് ഇപ്പൊ സർജറിയിൽ പഠിക്കുന്നുണ്ടാവും, മെഡിസിനിൽ പഠിക്കുന്നത്. ഇപ്പൊ ഞാൻ അതിൽ ഒരു പേജ് മാത്രമാണ് ഇവിടെ കാണിച്ചിരുന്നത്. സർജറി പഠിക്കുന്നവരുണ്ടാവും, മെഡിസിനിൽ പഠിക്കുന്നവരുണ്ടാവും, പീഡിയാട്രിക്സിൽ പഠിക്കുന്നവരുണ്ടാവും. ദേ വിൽ ബി ആസ്കിങ് വാട്ട് ഇസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് ഫോർ ദിസ് പെർട്ടിക്കുലർ കണ്ടീഷൻ. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ അവിടെ ഉത്തരം എഴുതേണ്ടത്? സോ അത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ സാറുമാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ഒത്തിരി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് എന്ന് പറയുന്ന വാക്ക്, ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ്, ഡ്രഗ് ഓഫ് ചോയ്സ്, ഇങ്ങനത്തെ വാക്ക് കറക്റ്റ് നിങ്ങൾക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് ഓരോ ചാപ്റ്ററും പഠിക്കുമ്പോൾ അതിൽ പറയുന്ന ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സിനെ എല്ലാം ഒരു പേജിലേക്ക് കൊണ്ടുവരിക. ആൻഡ് ലാസ്റ്റ് മിനിറ്റ് ഈ ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് റിവൈസ് ചെയ്താൽ മതി. കാരണം എന്തായാലും ക്വസ്റ്റ്യൻസ് ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ ഡെഫിനറ്റ്ലി ദിസ് ഇസ് ഓൾസോ ഗോയിങ് ടു ഹെൽപ്പ് യു. സോ അതെല്ലാം കൂടി നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ പേജിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് സെഷൻ, ഇവിടെ ഇത് ഞാൻ പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് അല്ലെ? ഇത് നിങ്ങൾക്ക് സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇത് നിങ്ങൾക്ക് ഒരു ഡിസീസ് തരും, ആ ഡിസീസിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡയഗ്നോസ് എന്താണെന്ന് ചോദിക്കും, ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എന്താണെന്ന് ചോദിക്കും, ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്താണെന്ന് ചോദിക്കും, കൺഫർമേറ്ററി അല്ലെങ്കിൽ മോർ സെൻസിറ്റീവ്, രണ്ടും ഏകദേശം ഒരേ മീനിങ് ആണ്, മെറ്റാസ്റ്റാസിന് എന്ത് വർക്കപ്പ് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പൊ ഇങ്ങനെ
ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആവും. ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് ആണോ, ഇത് IOC ആണോ, ഇത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണോ, അങ്ങനെ പല രീതിയിൽ കൺഫ്യൂഷൻ വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു ചാർട്ട് വരയ്ക്കുക. നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങളുടെ സാറുമാർ അല്ലെങ്കിൽ മാഡംസ് എന്താണ് നിങ്ങൾക്ക് ഇതാണ് IOC എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ അത് ഫില്ല് ചെയ്ത് പോവുക. ഇങ്ങനെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് ഓടിച്ച് നോക്കാൻ എളുപ്പമില്ലേ, പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ലേ. സോ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് സ്റ്റെപ്പ് IOC, ഗോൾഡ് സ്റ്റാൻഡേർഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു സർജറി പാർട്ട് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മെഡിസിനിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് ലൈക്ക് ഡിഫറെന്റ് നിങ്ങളുടെ സബ്ജക്ട്സിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവരാനുള്ള ഒരു സ്ഥലമാണ് നിങ്ങളുടെ വോളറ്റൈൽ ബുക്ക് എന്നുള്ളത് മനസ്സിലാക്കുക. സോ അതിനു വേണ്ടിയാണ് ഇത് ഇട്ടിരിക്കുന്നത്. ഇതൊരു ഒറ്റ ഒരു ചാർട്ടിനകത്ത് നിങ്ങളുടെ എൻറ്റയർ റീനൽ മെറ്റബോളിസം ആ ഒരു വർക്കും എങ്ങനെയാണ് ഇതിന്റെ അകത്ത് സിസ്റ്റം, എങ്ങനെയാണ് ഓരോ ആനയൻസ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ എൻസൈംസും എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു പമ്പ് വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം വന്നിട്ടുള്ള ഒരു കൺസൈസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. അപ്പോൾ ഇതുപോലത്തെ ചാർട്ട് നിങ്ങളുടെ ടൈമിൽ ഉണ്ടാകും. ലൈക്ക് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈക്ക് ഫിസിയോളജിയിലും മെഡിസിനിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. ആൻഡ് ഐ ഹാവ് ജസ്റ്റ് ബ്രോട്ട് ഇറ്റ് ഹിയർ ബിക്കോസ് ലാസ്റ്റ് മിനിറ്റ് മൊത്തം വായിച്ച് തിയറി കണ്ടുപിടിക്കാൻ ടൈം ഉണ്ടാവില്ല. ഈ ഒരു ഒറ്റ പിക്ചറിൽ റെപ്രസെന്റേഷനിൽ നിന്നും നിങ്ങൾക്ക് അത് പെട്ടെന്ന് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത്തരത്തിലുള്ള പിക്ചേഴ്സ്, ഫ്ലോ ചാർട്ട്സ് ഒക്കെ മാക്സിമം നിങ്ങളുടെ വോൾട്ടൈൽ ബുക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അനദർ എക്സാമ്പിൾ സ്കോറുകളാണ്. ഇതുപോലത്തെ സ്കോറുകൾ, അതുപോലെ നിയോനേറ്റൽ റെസസിറ്റേഷൻ സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, നിയോനേറ്റൽ റെസസിറ്റേഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റൻസ് വരാം. പക്ഷെ ഇതിനേക്കാളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്ഗാർ സ്കോർ. ഓക്കെ, അത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ എവർ ലൂസ് ഇറ്റ്സ് വാല്യൂ. ബിക്കോസ് അബ്ഗാർ സ്കോർ ഇന്നിപ്പോ ഞാൻ അതിൽ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തിരിക്കുന്ന കണ്ടാൽ തന്നെ മനസ്സിലാവും. അബ്ഗാർ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ഏരിയ. അതിൽ നിന്ന് എത്ര സ്റ്റാർ ഉണ്ടെന്ന് നോക്കൂ, അത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദോസ് സ്റ്റാർസ് ആർ ഓൾസോ ദ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് റെസ്പോൺസീവ്നെസ്. അബ്ഗാർ പല തവണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഓരോ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. സോ അബ്ഗാർ നിങ്ങളുടെ വോളറ്റൈൽ ബുക്കിൽ എന്തായാലും വേണം അല്ലെ. നിയോനേറ്റൽ റെസസിറ്റേഷൻ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇതിൽ വേണം. കാരണം ഓരോ ഇത് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യുക, ഇങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ ഒരു പേഷ്യന്റിനെ കിട്ടിയത്, ഈ പേഷ്യന്റിന് അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈസ് ദിസ് ഓക്കെ, ഇത്രയും മതിയോ, ഇതുകൊണ്ട് എനിക്ക് റെസിസ്റ്റേഷൻ നിർത്താവോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ ചാർട്ട് അറിയണം. അതുപോലെ സ്കോറുകൾ, ഇത്തരത്തിലുള്ള സ്കോറുകൾ, ഫ്ലോ ചാർട്ടുകൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി അതും നിങ്ങളുടെ വോളറ്റൈൽ ബുക്കിന്റെ പാർട്ടായിരിക്കണം. ത്രോംബോലൈസിസ്, ഇതും അതുപോലെ ഒരു എക്സാമ്പിൾ ആണ്, ഫ്ലോ ചാർട്ട് എക്സാമ്പിൾ ആണ്. വാട്ട് ടു ഡു നെക്സ്റ്റ് എന്ന ക്വസ്റ്റിന് നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. CPG ഡെഫിനറ്റ്ലി ആ രീതിയിലുള്ള ഡയഗ്നോസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും. സോ അത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉത്തരം എഴുതണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഫ്ലോ ചാർട്ട്സ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. സോ അത് നിങ്ങൾ ഓൾറെഡി കവേർഡ് ആയ സാധനമാണ്. ഐ എം ജസ്റ്റ് ടെല്ലിംഗ് ദാറ്റ് ദേ ഷുഡ് കം ഇൻ യുവർ വോളറ്റൈൽ ബുക്ക്. ഈ 2 പേജ് കണ്ടോ, എന്റെ ആസിഡ് ബേസ് ബാലൻസിനെ പറ്റി ഞാൻ ആകെ വായിച്ചിട്ടുള്ളത് ഈ ഒരു 2 പേജാണ്. ആൻഡ് ഈ 2 പേജ് അറിയാമെങ്കിൽ ഐ വാസ് ഷുവർ ഐ കുഡ് ആൻസർ എനി ക്വസ്റ്റൻസ് ഫോർ ആസിഡ് ബേസ് ബാലൻസ്. എന്റെ നീറ്റ് PG ഐ തിങ്ക് 2 or 3 ക്വസ്റ്റൻസ് കെയിം ഫ്രം ആസിഡ് ബേസ്. ഐ ഗോട്ട് ഓൾ ഓഫ് ദം റൈറ്റ്. വൈ? ബിക്കോസ് ലാസ്റ്റ് മിനിറ്റ് ഐ ന്യൂ ദാറ്റ് ആസിഡ് ബേസ് ബാലൻസ് വിൽ ഡെഫിനറ്റ്ലി ബി എ ഹോട്ട് ഷോട്ട് ടോപ്പിക്. അതെങ്ങനെ അറിയും? അതറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി പ്രീവിയസ് ക്വസ്റ്റൻസിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. എത്ര ടോപ്പിക് എത്ര തവണ ഇത് റിപ്പീറ്റ് ചെയ്തു എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഇത് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാനായിട്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ആസിഡ് ബേസ് ബാലൻസ് ഭയങ്കര ഹോട്ട് ഷോട്ട് ടോപ്പിക് ആണ്. അപ്പൊ ഈ ഒരു 2 സംഭവം വെച്ചിട്ട് മാത്രം ഐ വാസ് ഏബിൾ ടു ആൻസർ എൻറ്റയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതിൽ കുറച്ച് ഭാഗങ്ങൾ കവേർഡ് ആണ്. ഈ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ എനിക്ക് എക്സ്ട്രാ വേണം എന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചാണ്. അതിന്റെ പുറകിലൊക്കെ കണ്ടന്റ്സ് ഉണ്ട്. ആൻഡ് ഈ ഇത്രയും സംഭവങ്ങൾ വെച്ച് ഐ വാസ് ഏബിൾ ടു ഡു ദാറ്റ്. സോ ഇത്തരത്തിൽ ആസിഡ് ബേസ് ബാലൻസ് പോലത്തെ ഹോട്ട് ഷോട്ട് ടോപ്പിക്സും യു ക്യാൻ ആക്ച്വലി ഇൻക്ലൂഡ്. സോ ഞാനിങ്ങനെ ഹോട്ട് ഷോട്ട് ടോപ്പിക്സ് പറയുമ്പോൾ എല്ലാ ഹോട്ട് ഷോട്ട് ടോപ്പിക്സും ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല. ഇതിൽ വളരെ ചുരുക്കം കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വോളറ്റൈൽ ബുക്ക് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു വസ്തുവാണ്. ഓക്കെ, അനദർ എക്സാമ്പിൾ റിഗാർഡിംഗ് ദ വുഡ്സ് ലാമ്പ്. ഓക്കെ, വുഡ്സ് ലാമ്പിനെ കുറിച്ച്, അതായത് ഫ്ലൂറസെൻസിനെ കുറിച്ച് സ്ഥിരം ഒരു ക്വസ്റ്റ്യൻ നീറ്റ് PGയിൽ വരാറുണ്ട്. ഓൾസോ എന്തെങ്കിലും ഒരു ഫ്ലൂറസെൻസിന്റെ ഫിഗർ തന്നിട്ട് ഇത് ഏത് ഇതിന്റെ ഫ്ലൂറസെൻസ് ആണെന്ന് ചോദിക്കാം. അപ്പൊ അതൊന്ന് ലൈക്ക് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയ ഒരു ഇതാണിത്. ലെക്ടീനിയ ക്യാപിറ്റസ്, അതിൽ ഡിഫറെന്റ് ടൈപ്സ് അനുസരിച്ച് ഇപ്പൊ മൈക്രോസ്കോർ ആണെങ്കിൽ ബ്ലൂ ഗ്രീൻ ട്രൈക്കോഫൈറ്റ് ആണെങ്കിൽ ഡൾട്ടോ, ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റൻസ് ആണ്. മിൽക്കി വൈറ്റ്, വിറ്റ്ലൈഗോ, എറിത്രാസ്മ, കോറോളേറ്റ്, ഇതൊക്കെ നമ്മൾ സ്ഥിരം സം തിങ്സ് വിച്ച് വി ഓൾറെഡി ഹാവ് ലേൺ ആൻഡ് നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനത്തെ ടേബിൾസ് ഉണ്ടാക്കാം. ദെൻ ഇത് അനദർ എക്സാമ്പിൾ ആണ് ഈ ഗ്ലൂട്ട് ട്രാൻസ്പോർട്ടേഴ്സ് അല്ലെ. ഇതിൽ പഠിക്കാനായിട്ട് എന്റേതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഗ്ലൂട്ട് വൺ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ? നമ്മുടെ ബ്രെയിൻ. സോ ഡെഫിനറ്റ്ലി ബ്രെയിൻ ആണ് ഗ്ലൂട്ട് 1 ട്രാൻസ്പോർട്ടർ ഉള്ളത്. ഗ്ലൂട്ട് 2 2 പേരുണ്ട് മെയിൻ ആയിട്ട്. ആരാണ് 2 പേർ? പാൻക്രിയസും ലിവറും. ഗ്രൂപ്പ് 3 ഇസ് thriving. Okay, thriving in important ആയിട്ടുള്ള neurons are very important to thrive. Placenta is very important for a baby to thrive. So thriving in important ആയിട്ടുള്ള മെയിൻ സാധനങ്ങൾ വരുന്നത് നമ്മുടെ ഗ്ലൂട്ട് 3, അവർക്ക് ഗ്ലൂട്ട് 3 റിസപ്റ്റേഴ്സ് ആണ്. ദെൻ 4 പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല, മസിൽസ് ആണ്. ദെൻ ലൈക്ക് ദ ഹാർട്ട്, ഓക്കെ, ദ സ്കെലറ്റൽ മസിൽസ്, അതിന്റെയൊക്കെ മസിൽസും അഡിപ്പോസ് ടിഷ്യൂലും ഒക്കെയാണ് 4. 5 ഇസ് ഫ്രക്ടോസ്. 5 സ്റ്റാർട്ട്സ് വിത്ത് F, ഫ്രക്ടോസ് സ്റ്റാർട്ട്സ് വിത്ത് F.
Seventh are the smooth endoplasmic reticulum. So SE എന്ന് പറയുമ്പോൾ 7 also has SE, right? See, these are stupid things to say, but these will actually help you. Then 8 B also looks like 8, right? So 8 and blastocyst. So ഇങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിൽ ഇങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ പഠിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇത് ഇവിടെ ഇട്ടത്. Then another example, you have to definitely write the staging of different things. ഇത് ആക്ച്വലി staging of CS നമുക്ക് മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. പല ഇടങ്ങളിൽ നിങ്ങൾ പല ക്യാൻസേഴ്സിന്റെ സ്റ്റേജിങ് പഠിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ സ്റ്റേജിങ് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. T1 T2 N1 ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. Then ഇത് this 2 pages, ഈ 2 pages ആണ് ഞാൻ ലാസ്റ്റ് മൊമെന്റ് SPM-ൽ ആകെ വായിച്ചിട്ട് പോയത്. And this page is covered with formulas, right? ഇത്രയും ഫോർമുലാസ് ഉണ്ട് നിങ്ങൾക്ക് SPM-ൽ പഠിക്കാനായിട്ട്. ഇത്രയും അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റനും അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് യു ക്യാൻ സി ഹൗ മെനി സ്റ്റാർസ് ഐ ഹാവ് പുട്ട്. അത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം ക്വസ്റ്റ്യൻ വരും. മിക്കവാറും ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റൻസ് ആയിരിക്കും. പക്ഷെ ഫോർമുല അറിയാതെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫോർമുലാസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒരിടത്തേക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് റിവിഷന് ദിസ് ഇസ് ഓൾസോ ഗോയിങ് ടു ഹെൽപ്പ്. ദെൻ സോ ദാറ്റ് കൺക്ലൂഡ്സ് my talk on how to make a volatile book. I think നമ്മളൊരു 20 slides, I think we have covered almost 20 slides. ഈ 20 slides-ൽ നമ്മൾ സംസാരിച്ചത് എങ്ങനെയാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു volatile book ഉണ്ടാക്കാവുന്നതാണ്. ഈ volatile book ഉണ്ടാക്കുന്ന പ്രോസസ്സ് നിങ്ങൾ ഇതൊരു ലാസ്റ്റ് മിനിറ്റ് ഇതിനു വേണ്ടി സമയം ചെലവഴിക്കാൻ വേണ്ടി അല്ല പറയുന്നത്. volatile book നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ഡെഫിനറ്റ്ലി ഓരോ സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ അതെല്ലാം കൂടി ഒരു ഏരിയയിലേക്ക് നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് volatile book-ന്റെ ഇമ്പോർട്ടൻസ്. വലിച്ചു വാരി നിങ്ങൾ ഓൾറെഡി ക്രിസ്പ് ആയിട്ടുള്ള നോട്ടാണ്, അതും നിങ്ങൾ വലിച്ചു വാരി പിന്നെ അതുപോലെ തന്നെ നോട്ട് പകർത്തി ഒരു volatile book ഉണ്ടാക്കി നിങ്ങൾക്ക് ലാസ്റ്റ് റിവൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ലാസ്റ്റ് മന്ത് റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അതിനെക്കുറിച്ച് ഒരു അടുത്ത സെഷൻ, നിങ്ങൾ ഒരു ലാസ്റ്റ് മന്തിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴേക്കും അതിനെക്കുറിച്ച് നമുക്ക് ഒരു സെഷൻ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ volatile book പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ വായിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എഴുതി നിങ്ങളുടെ ഒരു പ്രോപ്പർ ബുക്ക് സെറ്റ് ചെയ്യുക. എവിടേക്കാണോ നിങ്ങൾ വീക്ക് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ പ്രധാനമായിട്ടും നിങ്ങൾക്ക് മഗ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ആ പാർട്ട് വെച്ച് നിങ്ങൾക്ക് ഒരു എൻ്റെ ടോപ്പിക് റിവൈസ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ volatile book-ൽ ഇൻക്ലൂഡ് ചെയ്യുക. ഡെഫിനറ്റ്ലി ഫോർമുലാസ് ഇൻക്ലൂഡ് ചെയ്യുക, ചാർട്ട് ഇൻക്ലൂഡ് ചെയ്യുക, നിങ്ങളുടെ വൺ വേർഡ് ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുക, ഇതുപോലത്തെ മൈൽ സ്റ്റോൺസ് പോലത്തെ നമ്പേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ഓക്കെ, സോ ഡെഫിനറ്റ്ലി volatile book is very, very important. So I got a question that I had an integration book as well as this volatile book along with. To be honest, I was actually a little lucky. To be honest, ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു ഒക്ടോബർ സമയത്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. ഒരു ഡിസംബർ ടൈമിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഇന്റഗ്രേറ്റഡ് നോട്ട് ബുക്ക് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഐ ഓൾവേസ് ടെൽ യു സംതിങ്, വി ഹാവ് ടു ഗോ ഫോർ അവർ സിഗ്നേച്ചർ മൂവ് അല്ലേ. ഫോർ മീ മൈ സിഗ്നേച്ചർ സ്ട്രെങ്ത് വാസ് റൈറ്റിംഗ് ഫാസ്റ്റ് ആൻഡ് റൈറ്റിംഗ് ദിസ് സ്മോൾ ഓൾസോ. സോ റൈറ്റിംഗ് ഫാസ്റ്റിന് ഞാനൊരു എന്താ പറയാ എൻ്റെ ഒരു സ്ട്രെങ്ത് ആയിരുന്നത്. ഐ ആക്ച്വലി യൂസ്ഡ് ഇറ്റ്. ആൻഡ് ആ ഒരു എനർജി എങ്ങനെയാണ് കീപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി വെൻ വി ഹാവ് എ ടാർഗറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്, നമുക്കൊരു എന്റെ മുന്നിൽ അന്നുണ്ടായിരുന്ന ഒരു 2 months ടാർഗറ്റ് ആണ്. ഈ ഒരു 2 months ടാർഗറ്റിനുള്ളിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഇത് മൊത്തം കവർ ചെയ്യണം എന്നുള്ള ഒരു വ്യഗ്രതയായിരുന്നു. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ റെഡിയായി. പക്ഷെ ഞാൻ 2 month എത്താറായപ്പോഴേക്കും ഫോർ മൈ ലെക്ക് ഓർ ഫോർ മെനി പീപ്പിൾസ് ലെക്ക് ആ ഒരു എക്സാം അത് പോസ്റ്റ്പോണ്ട് ആയി. സോ പോസ്റ്റ്പോണ്ട് ആയപ്പോൾ ഐ ഗോട്ട് സം മോർ ടൈം. And that some more time, I actually, was able to make another set of stuff called the volatile book. See, integrated books are not a must. അത് ഞാൻ ഒരിക്കലും പറയില്ല. എന്റെ പ്രിപ്പറേഷന് വേണ്ടി എനിക്ക് ഇന്റഗ്രേറ്റഡ് നോട്ട്സ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നും. ബട്ട് ദാറ്റ് ഡസന്റ് മാറ്റർ, ബിക്കോസ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണോ അതാണ് ഇമ്പോർട്ടൻസ്. നിങ്ങൾക്കിപ്പോൾ റീഡിങ്ങിൽ നല്ല സ്ട്രെങ്ത് ഉള്ള ഒരാളാണെങ്കിൽ, റീഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർമ്മ വെക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റീഡ് ചെയ്ത് മാത്രമേ അതിനൊരു നല്ല രീതിയിൽ ഒരു എന്താ പറയുക എൻഡ് പോയിന്റിൽ എത്തിക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ എഴുതി പഠിക്കുന്ന ആളാണെങ്കിൽ എഴുതുകയാണ് നിങ്ങളുടെ വേ ഓഫ് സ്റ്റഡി. യു ക്യാൻ യൂസ് ദാറ്റ്. സി, എന്താണ് നമ്മുടെ സ്ട്രെങ്ത് അത് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളല്ലാത്ത എന്തെങ്കിലും ആകാനാണ് നമുക്ക് പാട്. പക്ഷെ നമ്മൾ എന്താണോ, നമ്മൾ എങ്ങനെയാണോ ഇത്രയും നാൾ പഠിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം വാട്ട് ഹെൽപ്സ് us, റൈറ്റ്? ആ കാര്യങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി മച്ച് ടൈസം. ഐ യൂസ് ടു എൻജോയ് റൈറ്റിംഗ്. ഐ യൂസ് ടു എൻജോയ് മേക്കിംഗ് ദീസ് ടേബിൾസ്. ഐ യൂസ് ടു എൻജോയ് drawing these pictures. I used to enjoy, learning with my friends. അപ്പോൾ അത്തരം എൻജോയ് എന്ന് പറയുമ്പോൾ അതൊരു എക്സ്ട്രാപൊളേഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഡെഫിനറ്റ്ലി സ്ട്രെസ്ഡ് ആണ്, ആങ്ഷ്യസ് ആണ്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ആ ഒരു സമയത്തും അതിൽ സന്തോഷം കണ്ടെത്തിയിരുന്നത് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൂടെ നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി കുറച്ച് എനർജി ഒക്കെ കിട്ടും. പിന്നെ നമ്മുടെ മുന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യമാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫാക്ടർ. സോ ഡെഫിനറ്റ്ലി ആ ഫാക്ടറിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യും. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ എനർജി ഒക്കെ താനെ വരും.
പിന്നെ എല്ലാ ദിവസവും ഒരേ എനർജി ഉണ്ട് എന്ന് പ്രതീക്ഷിക്കരുത്. ചില ദിവസങ്ങളിൽ നമ്മൾ വളരെ ഡൗൺ ആയിരിക്കും, ചില ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ ഹൈപ്പ് ആയിരിക്കും. ഇപ്പൊ ഹൈപ്പ് ഉള്ള സമയത്ത് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, കുറച്ച് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന പോലെയെങ്കിലും ആ ഒരു ദിവസത്തെ മുഴുവൻ യൂട്ടിലൈസ് ചെയ്യുക, സമയം കളയാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഹൗ മെനി മന്ത്സ് ഡിഡ് യു പ്രിപ്പയർ, ക്യാൻ യു ഷെയർ? മൈ സ്റ്റോറി ഈസ് ആക്ച്വലി എ ബിറ്റ് ഐ തിങ്ക് ഒരുപാട് റിപ്പീറ്റേറ്റീവ് ആയിട്ട് നിങ്ങൾ കേട്ടുള്ള കാര്യമായിരിക്കും. തുടക്കത്തിൽ നമുക്കൊരു സെഷൻ ഉണ്ടായിരുന്നു അബൌട്ട് ദ പ്രിപ്പറേഷൻ ജേർണി ദാറ്റ് ഐ ഹാഡ്. സോ ഐ ക്യാൻ സമ്മറൈസ് ഇറ്റ് ടു ദിസ്. അതായത് ഐ തിങ്ക് ഇൻ ലൈക്ക് എല്ലാവരും ഒരു ഹൗസ് സർജൻസി പീരീഡ് പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തവരായിരുന്നു. ഐ ഓൾസോ വാണ്ടഡ് ടു സ്റ്റാർട്ട് ഇറ്റ് ഡ്യൂറിംഗ് ദാറ്റ് ടൈം, ബട്ട് ഹൗസ് സർജൻസി സമയത്ത് ഐ ഹാഡ് എ മേജർ ആക്സിഡന്റ് ആൻഡ് ഐ ഹാഡ് ടു ബി ഓൺ ബെഡ് റെസ്റ്റ് ഫോർ സം മന്ത്സ്. അപ്പോൾ ആ ഒരു സമയത്ത് എന്റെ ഒരു പ്രിപ്പറേഷൻ നല്ല രീതിയിൽ ഒരു ബാക്ക് ഫുട്ട് എടുത്ത ഒരു ടൈമാണ്. അപ്പോൾ അതിനുശേഷം ലൈക്ക് പിന്നെ ഒരു കുറച്ച് നാളത്തേക്ക് എനിക്ക് ആ ഒരു ഫുഡിലേക്ക് തിരിച്ചു വരാൻ പറ്റിയിരുന്നില്ല. നമുക്ക് പിന്നെ കുറച്ച് NAJRഷിപ്പും എക്സ്റ്റൻഷനും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അത് കഴിഞ്ഞ് ഒക്ടോബറിൽ ഐ ഹാഡ് ടു അണ്ടർഗോ അനദർ സർജറി. അതിന്റെ കുറച്ച് കോംപ്ലിക്കേഷൻസും ഇഷ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. സോ ബൈ ദ ടൈം ഓഫ് ഒക്ടോബർ, എക്സാം ആ സമയത്ത് മാർച്ചിലായിരുന്നു, ഒക്ടോബർ ആയിട്ടും എനിക്ക് ലൈക്ക് ഒരു 2 സബ്ജക്ട്സ് എന്തോ മാത്രമേ കവർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നതും. സോ ഐ തിങ്ക് ഐ എം ഗെറ്റിംഗ് മെനി റെസ്പോൺസസ് റിഗാർഡിംഗ് ദാറ്റ്. സമയം പോകുന്ന പോലെ തോന്നുന്നു, ഞാൻ വേസ്റ്റ് ചെയ്തു എന്നൊക്കെയുള്ള ഇതൊക്കെ വരും. ഐ തിങ്ക് വാട്ട് ഐ ഹാവ് ടു സേ റൈറ്റ് നൗ വിൽ ഹെൽപ്പ് യു. അത് ഒരു മോട്ടിവേഷൻ സ്റ്റോറി ആണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഐ എം ടെല്ലിംഗ് യു ദാറ്റ് ടൈം ഹാസ് സംതിങ് ടു ഡു ഫോർ യു. ഓക്കെ, സോ ആ ഒരു ഒക്ടോബർ പീരീഡിൽ ഐ ആക്ച്വലി വാസ് സ്റ്റാർട്ടഡ് മൈ പ്രിപ്പറേഷൻ ഓൺലി ദെൻ. ആ സമയം കൊണ്ട് എന്റെ പിയേഴ്സ് എല്ലാവരും ഒരുപാട് ചാപ്റ്റേഴ്സ് ഒക്കെ കവർ ചെയ്ത് മുന്നോട്ട് പോയിരുന്നു. ആൻഡ് എന്റെ മുന്നിൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ടോപ്പിക്സ് കവർ ചെയ്യുക. ആൻഡ് ഐ ഹാഡ് ടു ഡു അറ്റ്ലീസ്റ്റ് 1 റിവിഷൻ അല്ലേ. അപ്പൊ ആ റിവിഷന്റെ ഭാഗമായിട്ട് ഞാൻ ആ റിവിഷൻ കുറച്ചും കൂടെ എനിക്ക് എന്താ പറയാ പെട്ടെന്ന് ചെയ്യാനും എന്റർടൈനിങ് ആക്കാനും അതേപോലെ തന്നെ ബോറടിക്കാതിരിക്കാനും എല്ലാം ഞാൻ കണ്ടുപിടിച്ച ഒരു മെത്തേഡ് മാത്രമാണ് എന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. സോ അത് എനിക്ക് ഫീസിബിൾ ആയി. ആൻഡ് ഇറ്റ് മേ ബി ഫീസിബിൾ ടു മെനി പീപ്പിൾ ബട്ട് മേ നോട്ട് ബി ഫീസിബിൾ ടു സം പീപ്പിൾ. ഇറ്റ് ഡസന്റ് മാറ്റർ, വാട്ട് എവർ ഇസ് യുവർ മെത്തേഡ് അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോ ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്ത് ഒരു ജാനുവരി എത്തിയപ്പോഴേക്കും ഹാപ്പിലി ഇറ്റ് ഗോട്ട് എ ബിറ്റ് പോസ്റ്റ്പോൺ ടു മേ. ആ ഒരു ടൈമിൽ ഐ വാസ് ഏബിൾ ടു ഗീവ് അനദർ ഗുഡ് റിവിഷൻ ആ ഒരു 2 months. ആൻഡ് ബൈ ദ ടൈം ഐ വാസ് ഏബിൾ ടു ഓൾസോ മേക്ക് ദ വോൾട്ടേജ് ബുക്ക്. പിന്നെ വന്ന ഒരു ലാസ്റ്റ് മന്ത് ഓഫ് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് മന്ത് ഓഫ് പ്രിപ്പറേഷൻ വരെ ഈ ഒരു ലൈക്ക് ഇറ്റ് വാസ് ഗോയിങ് ലൈക്ക് മാരത്തോൺ. ആൻഡ് ലാസ്റ്റ് മന്ത് ആണ് ടു ബി ഹോണസ്റ്റ് വാട്ട് ടേൺ മൈ ടേബിൾ. സോ ദോസ് പീപ്പിൾ ഹു ആർ വറിങ് ഇഫ് യു ഹാവ് വേസ്റ്റഡ് യുവർ ടൈം ഓൾ ദിസ് ടൈം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ ലാസ്റ്റ് മന്തിൽ ഒരു നല്ല ഷോട്ട് കൊടുക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ ഇതുവരെ എത്ര പുറകോട്ട് പോയോ അതിൽ നിന്നും കുറെ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ചാടാനായിട്ട് സാധിക്കും. സോ ഡോണ്ട് വറി. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നമുക്ക് ഒരിക്കലും വറി ചെയ്യാനായിട്ട് സാധിക്കില്ല. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ. അപ്പൊ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇനി മുന്നോട്ട് എന്ത് ചെയ്യാം എന്നുള്ളത് മാത്രമാണ്. ഞാൻ അത് മാത്രമാണ് ചിന്തിച്ചത്. സോ ആ ഒരൊറ്റ പോയിന്റിൽ ഊന്നിയാണ് ഞാൻ എന്റെ ഫുൾ പൊട്ടൻഷ്യൽ കൊടുക്കാനായിട്ട് ശ്രമിച്ചത്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഐ എം ഹിയർ. ആൻഡ് കമ്പയർ ടു മെനി ഓഫ് മൈ പിയേഴ്സ് അത്രയും റിവിഷനോ അത്രയും നല്ല എന്താ പറയുക വിശാലമായ ഒരു സ്റ്റഡി ടൈമോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കമ്പയർ ടു മൈ പിയേഴ്സ് ആൻഡ് സെയിം. സോ അത് വെച്ച് നോക്കുമ്പോൾ ഇഫ് ഐ വാസ് ഏബിൾ ടു റീച്ച് ദർ ആൻഡ് ദാറ്റ് വാസ് ബിക്കോസ് ഐ വർക്ക് ടു ഇറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ആൻഡ് ആ ഒരു വർക്കിങ്ങിന്റെ കൂടെ നമ്മൾ കുറച്ച് ലൈക്ക് ഹാർഡ് വർക്ക് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, അതെല്ലാവരും ചെയ്യുന്നുണ്ട്. കുറച്ച് സ്മാർട്ട് വർക്കും കൂടെ ഇട്ട് ഈ പറഞ്ഞ നമ്മുടെ കുറച്ച് ടിപ്സ് ട്രിക്സ് കാര്യങ്ങൾ ഇതിന്റെ ഒരു ഗെയിമാണ്. ആ ഗെയിമിന്റെ രീതികളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ്. സോ അതിന് നമ്മൾ ഓൾറെഡി കുറച്ച് സെഷൻസ് ഒക്കെ കവർ ചെയ്തു, എങ്ങനെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാം. Those steps, I don't think anybody is going to tell you all those things. അല്ലെ, MCQ സ്കിൽസിന്റെ പോളിഷിംഗ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, എങ്ങനെ ഗസ് വർക്ക് ചെയ്യാം, GTs എങ്ങനെ അറ്റൻഡ് ചെയ്യാം, ഈവൻ ദിസ് വോളറ്റൈൽ ബുക്ക്, ഇതൊക്കെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഗെയിമിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആണ്. അപ്പോ ആ ഒരു മാസ്റ്റർ പ്ലാൻ ഐ വാസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഡ്യൂറിംഗ് മൈ പ്രിപ്പറേഷൻ ജേർണി. ആൻഡ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞു തരികയാണ്. സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു അപ്ലൈ ഇറ്റ് ഇൻ യുവർ ഓൺ മെത്തേഡ് ഫോർ യുവർ സക്സസ്. ഓക്കെ, സോ ഐ തിങ്ക് we have exceeded a lot of time. ഒരു 45 മിനിറ്റ്സോളം നമ്മൾ ഇന്ന് കവർ ചെയ്തു. ആൻഡ് ഐ തിങ്ക് ഓൾ ഓഫ് യു നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണി ഒക്കെ വളരെ നന്നായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ താങ്ക് യു ഓൾ. വി വിൽ സീ യു ഇൻ അനദർ സെഷൻ. ബൈ.